കൊടും ചൂടിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഡൽഹി നഗരം കടുത്ത ജലക്ഷാമം നേരിടുകയാണ്. ഹരിയാനയിൽ നിന്നും അർഹമായ വെള്ളം ലഭിക്കുന്നില്ല എന്നാണ് സർക്കാരിന്റെ വാദം. ജലക്ഷാമം പരിഹരിക്കാൻ ഉടൻ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിനിലേക്ക് വരാം. പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. देखो पहले ड्रम भरना जरूरी है, पहले ये भरना सबका, देखो सब खड़े है ना, सबका भरना जरूरी है ना, थोड़ा थोड़ा सबका भर दो आप, उसके बाद ड्रम भरते रहना, खाली होगा तो। टैंकर का मुझे पता नहीं, मैं तो आज पहली बार घर पे हूँ इसलिए आया भरने के लिए, नहीं तो मैं पानी भरने नहीं आता। दिक्कत तो है, बहुत ज्यादा दिक्कत है, अभी गर्मी के टाइम बहुत ज्यादा दिक्कत है। देखो तो पीने के लिए तो ये सब क्या है, देखिए ये सब देखिए ले रखा हूँ, देखिए पीने के लिए है ना, ये सब किस लिए है, पीने के लिए है। നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഡൽഹി നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണോ? എന്തൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്? വേണു, കടുത്ത ജലക്ഷാമത്തിലൂടെയാണ് ഡൽഹി നഗരം കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും പല കോളനികളിലും ഇപ്പോഴും കടുത്ത ജലക്ഷാമം നേരിടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സഞ്ജയ് ക്യാമ്പ് എന്ന ചാണക്യപൂരിലെ സഞ്ജയ് ക്യാമ്പ് എന്ന ഒരു കോളനിയിലാണ്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിരവധി ക്യാനുകളിലായിട്ട് ആളുകൾ ഇങ്ങനെ ഇവിടുത്തെ വെള്ളമെല്ലാം തന്നെ ശേഖരിച്ച് വരികയാണ്. നേരത്തെ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപേ ഒരു ടാങ്കർ ഇവിടെ എത്തി. അതിനുശേഷം ആളുകളെല്ലാം തന്നെ വെള്ളം ശേഖരിച്ചു. അതിനു മുൻപ് രാവിലെ 8 മണിയോട് തന്നെ ടാങ്കർ ഇവിടെ എത്തിയിരുന്നു. ഇനി വൈകിട്ട് 4 മണിക്ക് എത്തും. അങ്ങനെ ഒരു ദിവസം 3 തവണയാണ് ടാങ്കർ ഇവിടെ എത്തുക. അതിനായി ഇവിടെ ആളുകൾ ഇവിടെ ക്യാനുകൾ വെച്ചുകൊണ്ട് ആ വെള്ളം ഇവിടെ ശേഖരിക്കുന്നു. അതേസമയം തന്നെ പല കോളനികളിലും ഒരു ദിവസം ഒരു തവണ മാത്രമേ ടാങ്കറുകൾ എത്തുന്നുള്ള പരാതിയും ഈ പ്രദേശവാസികളടക്കം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത ജലക്ഷാമം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹി നഗരം അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, അത്യുഷ്ണമാണ് ഡൽഹിയിൽ. ഇതിനിടയിലാണ് ജലക്ഷാമവും അനുഭവപ്പെടുന്നത്. ടാങ്കർ വരുമ്പോൾ തന്നെ ആളുകൾ ടാങ്കറിന്റെ മുകളിലേക്ക് ഓടിക്കയറി വേഗത്തിൽ തന്നെ വെള്ളം ശേഖരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല പലരും 1-2 മണിക്കൂർ ക്യൂ നിന്ന ശേഷം മാത്രമേ പലർക്കും വെള്ളം കിട്ടുന്നൊരു സാഹചര്യമുള്ളൂ. അങ്ങനെ കടുത്ത ജലക്ഷാമം നേരിടുമ്പോൾ സർക്കാർ ഇപ്പോൾ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കോളനികളിലും വാട്ടർ ടാങ്കറുകൾ എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഏതാണ്ട് 200 അംഗ സംഘത്തെ കോളനികൾ കേന്ദ്രീകരിച്ച് നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വിശദമായ കർമ്മ പദ്ധതി ഇതിനായി തയ്യാറാക്കുമെന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിമർശനമായി ഹരിയാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഹരിയാന അർഹമായ വെള്ളം തങ്ങൾക്ക് നൽകുന്നില്ല എന്ന വിമർശനമാണ് ഡൽഹി സർക്കാർ ഉന്നയിക്കുന്നത്. അങ്ങനെ കടുത്ത ചൂടിലൂടെ കടന്നു പോകുമ്പോൾ കടുത്ത ജലക്ഷാമവും ഡൽഹിയിലെ പല കോളനികളിലും അനുഭവിക്കുന്നുണ്ട്. പല പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത് രാവിലെ മുതൽ മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമേ വെള്ളം ലഭിക്കുന്നുള്ളൂ എന്നാണ്. ഇനി വൈകിട്ട് 4 മണിക്ക് മാത്രമേ ഇവിടേക്ക് ടാങ്കറുകൾ എത്തുള്ളൂ. അതിനുശേഷം വെള്ളം ശേഖരിക്കും. അങ്ങനെ കുടിക്കാൻ പോലും പല ദിവസങ്ങളായി വെള്ളം കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നൊരു പ്രതികരണമാണ് പല പ്രദേശവാസികളും നൽകിയിരിക്കുന്നത്. എന്തായാലും അതിനായി ഒരു ദ്രുതഗതിയിലൊരു കർമ്മ പദ്ധതി ഇപ്പോൾ സർക്കാർ തയ്യാറാക്കി വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ജലക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ തുടരും എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നടപടി ഇപ്പോൾ ഡൽഹി സർക്കാർ ആലോചിച്ചു വരുന്നുണ്ട്. ശരി, ഡൽഹിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.